നമുക്ക് ഈ ഉമ്മാരങ്ങനെ ഗ്രില്ല് ചെയ്താലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉമ്മാരെ ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഉമ്മാരുടെ മീശയും തടിയും കൊണ്ട് വെട്ടിക്കളയും. കൈ കാലുകൾ എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നു. ഞാൻ വലിയ പ്രൊഫഷനൊന്നും അല്ല കേട്ടോ, സാധാരണ കത്രിക കൊണ്ടാണ് ഞാൻ മീൻ കട്ട് ചെയ്യണത് കേട്ടോ, ഈ ചെമ്മീൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ഞാൻ ഗ്രില്ലടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ വലിയ ഷ്രിംപ്സ് വാങ്ങിക്കുമ്പോഴേ ഞാൻ ഇതിൻ്റെ ഇതൊന്നും കളയില്ല, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു സാധനം കൊണ്ട് ഇതിൻ്റെ ബാക്കിലത്തെ ഈ വെയിൻ അങ്ങോട്ട് റിമൂവ് ചെയ്യും. പക്ഷെ ഇത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഉണ്ട്, നമ്മുടെ ബൂം ബാങ്കിൻ്റെ വീഡിയോ, അതിൽ നവീൻ ജോബ് പറയുന്നത് ഇതിൻ്റെ ആ സംഭവമൊന്നും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ്. പക്ഷെ നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടി കല്ലുപ്പില്ല കേട്ടോ, കല്ലുപ്പല്ല, ഇത് പൊടിയുപ്പാണ്. ഈ ഉപ്പ് അങ്ങോട്ട് വിതറിയിട്ട് ഉപ്പിട്ടൊന്ന് നൈസായിട്ട് കഴുകിയെടുക്കുക. അധികം ഹെവി ആയിട്ട് കഴുകണ്ട, നൈസായിട്ട് കഴുകിയാൽ മതി. കുടുംബത്തിൽ തന്നെ അവന്മാരുടെ ആ ഒരു മേത്തുള്ള ഡേർട്ടൊക്കെ അങ്ങോട്ട് പോയിക്കോളും, വെളുക്കും. ഇവന്മാരെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇത് നല്ല എരിവെള്ളം, മുളക് പൊടി, മഞ്ഞപ്പൊടി, യെസ്, പിന്നെ ഉപ്പ്, കുറച്ച് ഉപ്പ് കേട്ടോ. കയ്യിലും മുള്ളും ഉള്ളതാണ്ട് സൂക്ഷിക്കണം. ഇത് മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഈ ഹെഡ് ഊരി പോകാണ്ട് നോക്കണുണ്ട്. അത് കണ്ടില്ല, ഹെഡൊക്കെ ഓൾമോസ്റ്റ് ഡിറ്റാച്ച് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് പോവാതെ നൈസായിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ തീ കത്തിച്ചിട്ട് നമുക്ക് നമ്മുടെ പാൻ അങ്ങോട്ട് വെക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിച്ചോളണം കേട്ടോ. അത് മതി. ഓക്കെ, നമുക്ക് നമ്മുടെ ചെമ്മീൻ കുട്ടന്മാർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സെറ്റ്. അതിൽ എന്ത് ഭംഗിയാ നോക്കിയാണ്. ആഹാ, അടിപൊളി അല്ലേ. നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ഒക്കെ വെക്കുമ്പോഴില്ലേ ഒരുപാട് സ്ഥലം വേസ്റ്റ് ആവും. ഇതാകുമ്പോൾ ഇത് കണ്ടില്ലേ, പാൻ ഫുള്ളായി. അതുപോലെ തന്നെ നിങ്ങൾ ബ്ലോട്ടിംഗ് ഉള്ളവരാണെങ്കിൽ കുറച്ച് ഗാർലിക് എടുത്ത് ഇതുപോലെ തന്നെ വെള്ളിങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. സാധനം വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഉമ്മാരെ നമുക്ക് തിരിച്ചിടാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് 1 by 1 എടുത്ത് തിരിച്ചിടുന്നതിന് പകരം വേറൊരു പരിപാടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടാ. അതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ മൂടി എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഓയിൽ പതിയെ അങ്ങോട്ട് എടുത്ത് മാറ്റുക. നേരെ തന്നെ കൊണ്ടുവരിക, മരം നേരെ അങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് ഇരിക്കണേ ഓയിലായോണ്ട് ഇത് നേരെ അങ്ങ് ഇടുക. ഇല്ലേ, പരിപാടി സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ഓയിൽ അങ്ങ് ഒഴിച്ചങ്ങ് കൊടുക്കുക. എന്നിട്ട് നൈസായിട്ട് കൂട്ടി വെക്കുക. നമ്മുടെ ഗ്രിൽഡ് ടൈഗർ ഷ്രിംപ് റെഡിയാണ് കേട്ടോ. ഇതിലിട്ടേക്കുന്ന ഈ വെളുത്തുള്ളില്ലേ, എനിക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് അല്ലേ, നമുക്ക് കഴിച്ചു നോക്കണം. ആഹാ, നൈസ്. ഒന്ന് ഫോളോ ചെയ്ത് കേട്ടോ. ടഫനോ.